ലൈവിൽ സൂര്യ നമസ്കാരമാണ് കേട്ടോ. നല്ല കാര്യം. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാ ഇവരിപ്പോൾ നന്നാവാനൊക്കെ തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഏതാനും ആഴ്ചകൾ മാത്രം, ഒരു 4 ആഴ്ച കൂടിയൊക്കെ ഉള്ളൂ. ഈ ഒരു ചേഞ്ച് ഒരുപക്ഷെ മുന്നോട്ടുള്ള ഇവരുടെ ഗെയിമിനെയും അവരുടെ ഹെൽത്ത് കണ്ടീഷനെയൊക്കെ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം. അത്തരത്തിൽ തന്നെയാണ് ഗംഭീര മാറ്റത്തോട് കൂടിയിട്ടാണ് ഇന്ന് ലൈവ് തുടങ്ങിയിരിക്കുന്നത്. ഒരു പോസിറ്റീവ് മാറ്റം ഇത് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്താ സൂര്യ നമസ്കാരത്തെക്കുറിച്ച് അറിയില്ലേ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയില്ല, എക്സസൈസ് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ഇത്രമാത്രം വിമർശനം ഇവരെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരുപക്ഷെ ഒരു വിചാരിച്ച് കാണില്ല. പലർക്കും അത്തരത്തിലുണ്ടായിരുന്നല്ലോ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടും അത്തരത്തിലൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ആഴ്ചകൾ ക്രൂഷ്യലാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു മാറ്റം ഒരു തുടക്കഘട്ടത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവർ എന്ത് ലെവലിലെത്തിയാനെ. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയില്ല, ആ സമയം എത്തിയെന്ന് വിചാരിക്കാം. എല്ലാവരും ഒരുമിച്ച് സഹകരണത്തോടു കൂടി ഗാർഡൻ ഏരിയയിൽ സൂര്യ നമസ്കാരം തുടങ്ങിയിരിക്കുകയാണ്. തുടക്കം ലക്ഷ്മിയും ആര്യനുമാണ്, പിന്നീട് എല്ലാവരും കൂടി അതിന് ഒരുമിച്ച് സൂര്യ നമസ്കാരത്തിലാണ്. അതിൽ മടി കാണിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ മടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നിവിന് ചെയ്യാൻ മടിയുണ്ട്, പക്ഷെ സഹകരിച്ചു പോകുന്നു. ഒരു നല്ലൊരു മാറ്റമാണ് കേട്ടോ, നല്ലൊരു പോസിറ്റീവ് മാറ്റം എന്ന് തന്നെ പറയാം. ഈ ഒരു മാറ്റം നേരത്തെ ഉണ്ടാവണം എന്നുള്ളൊരു പരിഭവം മാത്രമേ ഉള്ളൂ. എന്തായാലും വൈകിയാണെങ്കിലും ഇവർക്ക് ഇങ്ങനെ തോന്നിയത് നന്നായി. ഇനി 4 ആഴ്ചകൾ ഗംഭീരമായിട്ട് തന്നെ അവർക്ക് കളിക്കാൻ കഴിയട്ടെ, പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരുപക്ഷെ സാധിച്ചേക്കാം. എന്നാൽ ഇതിലുള്ള ട്വിസ്റ്റ് ഉണ്ട്. സൂര്യ നമസ്കാരവും ഇല്ല, എക്സസൈസും ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും ഇവരുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് 1 മണിക്കാണ് ഇവർ കഴിക്കുന്നത്. ഇപ്പോഴുള്ള കിച്ചൺ ടീം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള കിച്ചൺ ടീമാണ്. ഇനിയിപ്പോൾ സൂര്യ നമസ്കാരവും കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികളും കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ എത്തി, ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു വരുമ്പോഴേക്കും വൈകുന്നേരം ആകും. ഒരുപക്ഷെ ഡിന്നറും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുമിച്ച് കഴിക്കേണ്ട അവസ്ഥയായിരിക്കും ചിലപ്പോൾ വരിക. അതുകൊണ്ട് തന്നെ ഇനി ഇത് എത്ര ദിവസം നീളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ അവർ ചെയ്യട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ യാതൊരു കൺസിഡറേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ബിഗ് ബോസ് കറക്റ്റ് സമയത്ത് ടാസ്ക് കൊടുക്കും, കറക്റ്റ് സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. ഇതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയും. ഇപ്പോൾ എല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിൽ കിടന്നും ഇരുന്നും കമന്നും ഒക്കെ നമസ്കാരവും എക്സസൈസും ഒക്കെ ചെയ്യാണ്. ഇതിൻ്റെ ഇടയിൽ വരാമെന്ന ട്വിസ്റ്റ് ഇതായിരിക്കാം. എന്താവും, ഇതെങ്ങനെ തരണം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.